ബേസിലിലെ തുടർച്ചയായ ഹിറ്റ് ചിത്രങ്ങൾക്ക് ശേഷം വലിയൊരു പ്രതീക്ഷയോടെ തിയേറ്ററിൽ റിലീസിനെത്തിയുള്ള പ്രാവൻകൂർ ഷാപ്പ് എന്ന നല്ല സിനിമ എങ്ങനെ തിയേറ്ററിൽ പരാജയപ്പെട്ടു എന്നുള്ള ഒരു അനാലിസിസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കാൻ പോകുന്നത്. ആദ്യം ചിത്രത്തിലോട്ട് തന്നെ വരാം. ഈ ഒരു ചിത്രം ഒരു വ്യത്യസ്തമായിട്ട് തന്നെയാണ് തോന്നിയിട്ടുള്ളത്. കാരണം യൂഷ്വലി ഈ ഒരു ടൈപ്പ് ഒരു ചിത്രം വരാത്ത പോലെ, കാരണം ആ രീതിയിലുള്ള കളർ ഗ്രേഡിങ്ങും മേക്കിങ്ങും ഒക്കെ ആ രീതിയിലായിരുന്നു വന്നിട്ടുള്ളത്. കൂടെ തന്നെ എസ്പെഷ്യലി ബേസിലിന്റെ പെർഫോമൻസ് എടുത്ത് നോക്കുകയാണെങ്കിൽ കിടിലമായിട്ട് തന്നെയുണ്ട്. സൗബിനൊക്കെ ആയാലും നല്ല രീതിയിൽ എല്ലാവർക്കും കൊടുത്തുള്ള പെർഫോമൻസ് അവർ കിടിലമായിട്ട് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. കൂടാതെ തന്നെ ഈ ഒരു ചിത്രത്തിന്റെ കഥ പറഞ്ഞു പോകുന്നത് കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിലാണ്. നമ്മൾ വില്ലനെ നമ്മൾ തിരിച്ചറിയും, പക്ഷെ നമുക്കറിയാം മനസ്സിൽ ഈ പുള്ളിയായിരിക്കും വില്ലനെന്ന്. പക്ഷെ ഒരു ടൈം ആയി കഴിയുമ്പോഴത്തേക്കിനും നമുക്ക് പകുതിയാവുമ്പോൾ മനസ്സിലാവും അവരല്ല വില്ലൻ, വേറൊരാളാണെന്ന്. പിന്നെ ലാസ്റ്റ് ആകുമ്പോൾ നമ്മൾ വിചാരിച്ച ആൾ തന്നെയാണെന്ന് മനസ്സിലാവും. ആ ഒരു രീതിയിലൊക്കെ ആയിരുന്നു ചിത്രത്തിന്റെ കഥ പറഞ്ഞു പോയിട്ടുള്ളത്. കൂടാതെ വ്യത്യസ്ത രീതിയിലുള്ള മേക്കിംഗ് സ്റ്റൈലൊക്കെ ചിത്രത്തിന്റെ കളർ ഗ്രേഡിംഗ് ഒക്കെ പിടിച്ചുകൊണ്ട് തന്നെ ഒരു പുതുമ ചിത്രത്തിൽ തോന്നിയിട്ടുണ്ടായിരുന്നു. കൂടാതെ തന്നെ ആവേശം ചിത്രത്തിന് ശേഷം അൻവർ റഷീദ് പ്രൊഡ്യൂസ് ചെയ്ത് ഇറക്കുന്ന പടമായതുകൊണ്ടും ബേസിലിന്റെ കണ്ടിന്യൂസ് ഹിറ്റ് ചിത്രങ്ങളുടെ പുറകെ വരുന്ന ഒരു ചിത്രമായതുകൊണ്ട് തന്നെ ഈ ഒരു ചിത്രത്തിൽ നല്ല രീതിയിൽ ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ചിലവർക്കൊക്കെയും ഈ ഒരു ചിത്രം ഇഷ്ടപ്പെടാതെ പോകാനുള്ള ചെറിയൊരു സാധ്യതയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഒരു ചിത്രത്തിന്റെ ക്ലൈമാക്സ് തന്നെയായിരിക്കും. ക്ലൈമാക്സിൽ ബേസിലിന് വില്ലൻ ആരാന്ന് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ നമുക്കൊക്കെ മനസ്സിലാവും ഇന്ന പുള്ളിയാണ് അല്ലെങ്കിൽ ഇന്ന ആളാണ് വില്ലനെന്ന് നമുക്ക് മനസ്സിലാവും. പക്ഷെ ആ ഒരു ബേസിലിന് ആ ഒരു വില്ലനെ കണ്ടുപിടിക്കാൻ പറ്റാത്ത പോലെയൊക്കെ ഈ ഒരു ക്ലൈമാക്സിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ ആ ഒരു ബേസിലിന്റെ ആ ഒരു ഡയലോഗ് മോഡുലേഷൻ ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ പുള്ളിക്ക് വില്ലനെ അറിയാം എന്ന രീതിയിൽ പറയുന്നു, അല്ലെങ്കിൽ വില്ലനെ പുള്ളിക്ക് അറിയത്തില്ല എന്നുള്ള രീതിയിൽ പറയുന്ന രീതിയിലായിരുന്നു ഈ ഒരു സിനിമ അവസാനിപ്പിച്ചിട്ടുള്ളതും. അതുകൊണ്ടൊക്കെ തന്നെയായിരിക്കും എല്ലാവരും എന്ന് പറഞ്ഞാൽ യൂഷ്വലി ഒരു ഇൻവെസ്റ്റിഗേഷൻ സിനിമയുടെ കഥ പറയുന്ന പോലല്ലായിരുന്നു ഈ ഒരു ചിത്രത്തിന്റെ കഥയായാലും പറഞ്ഞു പോയിട്ടുള്ളത്. അതൊക്കെ ആയിരിക്കും ഒരു പുതുമയാർന്ന ഒരു ചിത്രം ആയതുകൊണ്ടൊക്കെ ആയിരിക്കും ഈ ഒരു ചിത്രം തിയേറ്ററിൽ ഒരു പരാജയമാകാൻ കാരണം. കൂടാതെ നല്ലൊരു ബഡ്ജറ്റിൽ ഇറക്കിയിട്ടുള്ള ഒരു വ്യത്യസ്തമായ സിനിമ തന്നെയായിരുന്നു. ബേസിലിന്റെ അഭിനയമൊക്കെ ആയാലും മറ്റു ചിത്രങ്ങളിൽ നിന്നും വളരെയധികം വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്യാരക്ടർ തന്നെയായിരുന്നു ഈ ഒരു ചിത്രത്തിലായാലും ബേസിലിന്റേത്. കൂടാതെ തന്നെ ഈ ഒരു ചിത്രത്തിലെ ബേസിലിന്റെ നൈറ്റിൽ ഒരു ബൈക്ക് ഓടിച്ചുകൊണ്ട് പോകുന്ന ഒരു സീക്വൻസ് ഉണ്ട്. അത് വളരെ രീതി കോമഡി ആയിട്ട് തന്നെ ആ ഒരു കോമഡിയൊക്കെ നല്ല രീതിയിൽ തന്നെ വർക്ക് ആയിട്ടുണ്ടായിരുന്നു. കൂടാതെ തന്നെ ഈ ഒരു ചിത്രം ചിലപ്പോൾ പരാജയപ്പെടാൻ ചിലവർക്ക് അല്ലെങ്കിൽ കുറച്ചു പേർക്കെങ്കിലും ഇഷ്ടപ്പെടാതിരിക്കാനുള്ള ഒരു സാധ്യതയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. എല്ലാ ചിത്രങ്ങളും നമ്മളെ പോലീസ് ആയിട്ടുള്ള നായകരാണ് എല്ലാ ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ നടത്തി എല്ലാ തെളിവും അതും ഇതും എല്ലാം അതിനെ സെറ്റ് ചെയ്ത് കണ്ടുപിടിക്കുന്നത്. പക്ഷെ അതിലുള്ളൊരു കഥാപാത്രം തന്നെ കണ്ടുപിടിച്ചു, പക്ഷെ അത് പോലീസ് പറയുന്നുമില്ല. ആ ഒരു രീതിയിലുള്ള ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള മോഡുലേഷൻ ആയിരുന്നു ഈ ഒരു ചിത്രം എടുത്തു വെച്ചിട്ടുള്ളത്. അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കും എല്ലാവർക്കും ഒരു കണക്ഷൻ ഒന്നും ഈ ഒരു ചിത്രത്തിൽ കിട്ടാതിരുന്നിട്ടുള്ളത്. ഈ ഒരു ചിത്രം അപ്പോൾ തന്നെ ഇറങ്ങിയപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ ആയിരിക്കില്ല, ചിലവർക്ക് ഇഷ്ടപ്പെടും ചിലവർക്ക് ഇഷ്ടപ്പെടാതിരിക്കാനുള്ള സാധ്യതയുള്ള ഒരു ചിത്രം തന്നെ ആയിരിക്കുമെന്ന്. പേഴ്സണലി ആയാലും ഈ ഒരു OTT റിലീസിൽ എത്തിക്കഴിഞ്ഞപ്പോൾ പലവർക്കും ഈ ഒരു ചിത്രം നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ടൊക്കെ ഉണ്ടായിരുന്നു. ഈ ഒരു ചിത്രം നല്ലൊരു ചിത്രം തന്നെയായിരുന്നു. എന്നാലും കുറച്ച് രീതിയിലും കൂടെ ഒരു മാറ്റമൊക്കെ വരുത്തിയെടുത്തിരുന്നെങ്കിൽ ചിലപ്പോൾ തിയേറ്ററിൽ വിജയിക്കേണ്ട ഒരു ബേസ് ചിത്രം തന്നെയായിരുന്നു പ്രാവൻകൂർ ഷാപ്പ് എന്ന ചിത്രം. ഈ ഒരു ചിത്രം ഇപ്പോൾ നിങ്ങളും കണ്ടു കാണും. നിങ്ങളുടെയും പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്യുക. ഈ ഒരു വീഡിയോയിൽ പറയുന്നത് എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു ഒപ്പീനിയൻ മാത്രമാണ്. നിങ്ങൾക്ക് ഈ ഒരു ചിത്രം കണ്ടിട്ട് കുറച്ച് മാറ്റങ്ങൾ വരുത്തിയാലോ അല്ലെങ്കിൽ എങ്ങനെ രീതിയിൽ മാറ്റങ്ങൾ വരുത്തിയാലായിരിക്കും ഈ ഒരു ചിത്രം തിയേറ്ററിൽ വിജയിക്കുക എന്ന് നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായം തീർച്ചയായും കമന്റ് ചെയ്യുക.